ഹലോ, ഇന്നത്തെ ഒരു മിനി വ്ളോഗ് ആട്ടോ. ഞാനും അനിയത്തിയും കൂടെ പോകുന്നത് തൃച്ചാരുളത്തേക്കാണ്. തൃച്ചാരുളം അമ്പലത്തിൽ ഉത്സവം ആട്ടോ. ഉത്സവം മാത്രമല്ല, അന്നത്തെ ദിവസം അനിയൻ്റെ തായമ്പകയും കൂടി ഉണ്ടായിരുന്നു. ഉത്സവം കഴിഞ്ഞിട്ട് കുറച്ച് നാളായിട്ടോ. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അനിയത്തിക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു, കോളേജിൽ ആർട്സ് ഡേക്ക് വേണ്ടിയിട്ട്. മഹോത്സവം വന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ. അന്ന് കസിൻസ് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് അമ്പലത്തിലേക്ക് പോയപ്പോഴത്തേക്കും ഏകദേശം മേളമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചിയും ചേട്ടനും കൂടെ വന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ആസ് യൂഷ്വൽ ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോയി. ജ്യൂസൊക്കെ കുടിച്ച് വന്നപ്പോഴത്തേക്കും മേള മുറുകിയിട്ടുണ്ടായിരുന്നു. ഇത് ഒരാഴ്ചത്തെ വീഡിയോ ആട്ടോ, ഒരു ദിവസത്തെ അല്ല, ഒരാഴ്ചത്തെ വീഡിയോ ഞാൻ ഒരുമിച്ചാട്ടോ ഇടുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അനിയൻ കൊട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങളിവിടെ വന്ന് ഒരുമിച്ചിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് നേരം അമ്പലത്തിൽ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്പലത്തിൽ അന്നദാനം ഉണ്ടായിരുന്നു. അന്നദാനമൊക്കെ കഴിച്ച് പോകുന്നവർ ഒരു ഐസ്ക്രീമും കുഞ്ഞിക്കൊരു ബലൂണും കിട്ടി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഒരു 12:30-1 മണിയായപ്പോൾ ഞങ്ങൾ വീണ്ടും അമ്പലത്തിലേക്ക് പോകുന്നു കേട്ടോ. അമ്പലത്തിൽ കൂടിയെഴുന്നള്ളത്തായിരുന്നു. കൂടിയെഴുന്നള്ളത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടെ അമ്പലത്തിലേക്ക് വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആനയ്ക്ക് ഇങ്ങനെ വിട പറഞ്ഞു പോകുന്നതാണ് നല്ല രസമാട്ടോ. തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഏകദേശം വെളുപ്പിന് 3 മണിയായിരുന്നു. അതുകൊണ്ട് നെക്സ്റ്റ് ഡേ വളരെ ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ എഴുന്നേറ്റത്. ഈവനിങ് ചുറ്റും നല്ല ചായയും പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ അമ്പലത്തിലേക്ക് പോയിട്ടോ. അമ്പലത്തിൽ അന്നത്തെ ദിവസം പള്ളിവേട്ടയായിരുന്നു. പള്ളിവേട്ടയ്ക്ക് കയറുന്നതിന് മുമ്പ് എല്ലാവരുടെയും ആവശ്യം ഐസ്ക്രീം ആയിരുന്നു. അതുകൊണ്ട് ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പള്ളിവേട്ടയൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോന്നു. അമ്പലത്തിൽ വേറെയും കുറേ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളതൊന്നും കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഞങ്ങൾ നേരെ കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ രാവിലെ എല്ലാവരും എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. കാരണം അമ്പലത്തിൽ നിന്ന് കുറച്ച് പൂ ഒരുക്കാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു സേവയ്ക്ക് വേണ്ടിയിട്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാനും കുഞ്ഞും കൂടെ പൂവൊക്കെ ഒരുക്കാൻ വേണ്ടി തുടങ്ങി. ഞങ്ങൾ വിചാരിച്ച് ഞങ്ങളെ കൊണ്ട് ഈസി ആയിട്ട് ഇത് ഒരുക്കി തീരുന്നു. പക്ഷേ ഞങ്ങളെ കൊണ്ട് ഇത് കൂട്ടിയാൽ കൂടില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തരായിട്ട് കളത്തിലേക്ക് ഇറക്കി. പിന്നെ എല്ലാവരും കൂടെ വന്ന് ഒരുമിച്ച് ഞങ്ങൾ പൂവൊക്കെ ഒരുക്കി എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച് നേരെ അമ്പലത്തിലേക്ക് പോയിട്ടോ. കൊടിയിറക്കിന് വേണ്ടി അമ്പലത്തിലേക്ക് പോയി. കൊടിയിറക്കൊക്കെ കഴിഞ്ഞ് വന്ന് ഞാനും കുഞ്ഞും കൂടെ കിടന്നുറങ്ങി. കാരണം നെക്സ്റ്റ് വൈകുന്നേരം ഞങ്ങൾക്ക് അമ്പലത്തിൽ താലം വേണ്ടി പോകണമായിരുന്നു. ഏകദേശം ഒരു 12 മണിയാകുമ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ താലം എടുക്കാൻ വേണ്ടി പോയി. വെളുപ്പിനാട്ടോ താലത്തിൻ്റെ എതിരേൽപ്പ് അമ്പലത്തിലേക്ക് കയറുന്നത്. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അമ്പലം നല്ല ഭംഗിയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സേവാന്നാട്ടോ ഇതിന് പറയാം. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൂവൊക്കെ ഒരുക്കി കൊടുത്തത്. നല്ല ഭംഗിയായിരുന്നു അമ്പലം കാണാൻ വേണ്ടി. ഭയങ്കര പോസിറ്റീവ് ഫീലിംഗ് ആയിരുന്നു അമ്പലത്തിൽ കയറിയപ്പോഴത്തേക്കും. അത് കഴിഞ്ഞ് അമ്പലത്തിലെ ചുറ്റുവിളക്കൊക്കെ കത്തിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ മേള ആയിട്ടുണ്ടായിരുന്നു. മേള മുറുക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്പലത്തിലെ മേളമൊക്കെ കേട്ട് ഏകദേശം ഒരു 5 മണി വരെ ഞങ്ങൾ അമ്പലത്തിൽ ഇരുന്നിട്ട് നേരെ തിരിച്ച് വീട്ടിൽ പോകുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു.